തുടങ്ങിയതാണ് തന്റെ കഴപ്പ്. ഇപ്പൊ അയാളൊന്ന് പോയപ്പോഴാണ് തുടങ്ങിയത്. പിന്നെ സമാന മാനസികാവസ്ഥയിലുള്ളവരുടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവരുടെ ഒരു തോട്ട് പ്രോസസ്സ് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ടീനേജ് ആ ഒരു സമയമാകുമ്പോൾ സെക്ഷൽ ഫീലിങ്സ് നോർമലി ഉണ്ടായി വരുമല്ലോ. ഉണ്ടായി വരുമ്പോൾ കുറ്റബോധവും പേടിയും ഒക്കെ കാരണം ഇവർ ഒരുപാട് ഇതിനെ സപ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടിട്ട് ഗിൽറ്റും അതേപോലെ പേടിയൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ്. അവരെ മറ്റുള്ളവർ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു റീസൺസ് കാരണമായിരിക്കാം ഇവർക്ക് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നത്. നോർമലി ഒരു മനുഷ്യൻ ഉണ്ടാവുന്നതാണ് സെക്ഷൽ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ പോലെ അത് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് ഓപ്പൺ ആയി പോകും. ഇപ്പൊ ഒരു പെട്ടെന്നൊന്ന് പാനിക് ആവും. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയും ആ സമയത്ത് ആങ്സൈറ്റി നല്ലോണം ഇൻക്രീസ് ആയി കോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പാസ് ചെയ്യുന്നു. കുട്ടിക്കാലത്തൊക്കെ അവർ സ്വകാര്യമായിട്ടുള്ള അവരുടെ സ്ഥലത്തിരുന്ന് തന്നെ ആയിരിക്കും മാസ്റ്റർബേറ്റ് ചെയ്യുന്നതോ ലൈംഗിക അവയവങ്ങൾ ടച്ച് ചെയ്യുന്നതോ ഒക്കെ. അതൊന്നും അവർക്ക് ഒരു പ്രോബ്ലം ആവുന്നില്ല. കുറെ കഴിയുമ്പോഴത്തേന് ഈ ഹാബിറ്റ് നല്ലോണം കൂടി വരും. എത്രയും പെട്ടെന്ന് മാസ്റ്റർബേറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കും. ഇതിനുള്ള ട്രിഗർ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലർ പറഞ്ഞനുസരിച്ചിട്ട് അവർക്ക് സ്ത്രീകളെ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് ഫീൽ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ബ്രസ്റ്റ് കാണുമ്പോൾ അതായത് സ്ത്രീകളുടെ മാറിടം കാണുമ്പോൾ അത് ട്രിഗർ ആകാറുണ്ട്. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ചെറിയൊരു തോട്ട് പ്രോസസ്സ് വന്നാൽ മതി, ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള മെമ്മറി വന്നാൽ മതി. അപ്പൊ എങ്ങനെ ഏത് ഒരു ആംഗിളിൽ കൂടെ ഫീലിങ്സ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഇവർക്ക് തോന്നുന്നത് കുറ്റബോധവും പേടിയൊക്കെ ആണ്. പേടി വന്നു കഴിഞ്ഞാൽ പാനിക് ആവുന്നു. പാനിക് ആയി കഴിഞ്ഞാൽ ആ പേടിയെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓൾറെഡി ഇവർ പഠിച്ചു വെച്ച ബിഹേവിയർ എന്തുവാണ്? മാസ്റ്റർബേഷൻ ആയിരിക്കാം. അപ്പൊ അവരുടെ റൂമിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അവരുടെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഈ ആങ്സൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള, ഫിയറിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ളത്. അവർ അവിടെ നിന്ന് ചെയ്തു തുടങ്ങിയത് പുതിയ സ്ഥലത്തോട്ട് വരുന്നെന്നുള്ളതേ ഉള്ളൂ, പബ്ലിക് ആവുന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് പബ്ലിക് ആണ് എന്നുള്ള ഒരു ബോധ്യം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനില്ല. പബ്ലിക് ആണെന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡ് ഒട്ടും വർക്കിംഗ് അല്ല ഇവരുടെ എന്ന് പറയുന്നത്.